ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ. അദ്ദേഹത്തെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനിലെ ഭരണകൂടത്തിന്റെ ഉയർന്ന തലങ്ങളിൽ മുജ്തബ ഖമേനിയുടെ നിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അതിവേഗം പ്രചരിക്കുന്നതായാണ് വിവരം. ഇസ്രായേലിലെ ചാനൽ 14 ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളാണ് ഇറാന്റെ പ്രാദേശിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭരണകൂടത്തോട് അടുത്ത വൃത്തങ്ങളും വാർത്തകൾ സ്ഥിരീകരിക്കുന്നതായി ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. തങ്ങളുടെ നേതാവ് എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ടേക്കാമെന്ന തരത്തിലുള്ള ആശങ്കകൾ ഭരണകൂടത്തിന്റെ വൃത്തങ്ങളിൽ ഉയർന്നു കഴിഞ്ഞതായും വിദേശ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. മുൻ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് മുജ്തബ ഖമേനിക്കും പരിക്കേറ്റത്. ചുമതലയേറ്റെടുത്ത ശേഷം മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദികളിൽ നേരിട്ടെത്തുകയോ തത്സമയ പ്രസംഗങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ലിഖിത സന്ദേശങ്ങളിലൂടെ മാത്രമാണ് അദ്ദേഹം ഭരണപരമായ നിർദ്ദേശങ്ങൾ കൈമാറിയിരുന്നത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റതായി മുൻപും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുരക്ഷാ ഭീഷണിയും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അതീവ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന അദ്ദേഹം ഇടനിലക്കാർ വഴിയാണ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പരമോന്നത നേതാവുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയം നിലവിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. അതേസമയം മുജ്തബ ഖമേനിയുടെ പരിക്കുകൾ നിസ്സാരമാണെന്നും അദ്ദേഹം സുരക്ഷിതമായി രാജ്യം ഭരിക്കുന്നുണ്ടെന്നുമാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ മുൻപ് വ്യക്തമാക്കിയിരുന്നത്. വിദേശ രാജ്യങ്ങളുടെ വ്യാജ പ്രചാരണമാണ് ഇതെന്നും ഇറാൻ ഭരണകൂടം വാദിക്കുന്നു. മുജ്തബ ഖമേനി ഇറാന് പുറത്താണെന്നും അതല്ല വിദേശ ആക്രമണത്തിൽ പൂർണ്ണമായി പരിക്കേറ്റ് വിശ്രമത്തിലാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ മുൻപ് പരാമർശിച്ചിരുന്നു. തുടർച്ചയായ പൊതു ഹാജരില്ലായ്മയും ചിത്രങ്ങൾ പുറത്തുവരാത്തതും അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും മിഡിൽ ഈസ്റ്റിലെ സൈനിക സാഹചര്യങ്ങളിലും വലിയ ആശങ്കയ്ക്കാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. റവല്യൂഷണറി ഗാർഡ്സിന്റെ നിരീക്ഷണത്തിൽ രാജ്യത്ത് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനിടെയാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാന നീക്കങ്ങളെയും യുദ്ധ സാഹചര്യങ്ങളെയും ഈ വാർത്ത ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.